1963 ഓഗസ്റ്റ് 8, സമയം രാത്രി 3 മണി. ഇംഗ്ലണ്ടിലെ വിജനമായ ആകാശത്തിന് കീഴെ ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ഒരു റോയൽ മെയിൽ ട്രെയിൻ ഇങ്ങനെ കുതിച്ചു പായുകയാണ്. പെട്ടെന്ന് റെഡ് ലൈറ്റ് കത്തുന്നു. സഡൻ ആയിട്ട് ആ ട്രെയിൻ നിൽക്കുന്നു. പക്ഷേ ഈ ട്രെയിനിൽ ഉണ്ടായിരുന്നത് കേവലം കത്തുകൾ മാത്രമായിരുന്നില്ല. ബാങ്കുകളിൽ നിന്ന് മാറ്റാനായി കരുതിയിരുന്ന ഏകദേശം 500 കോടിയിലധികം പണം പുതുതായി അച്ചടിച്ച ആ നോട്ടുകളായിരുന്നു. പെട്ടെന്ന് തന്നെ ഏകദേശം 30 മിനിറ്റിനുള്ളിൽ ആ ട്രെയിനിലുണ്ടായിരുന്ന 120 ചാക്ക് പണം കവർച്ച ചെയ്യപ്പെട്ടു. തോക്ക് ചൂണ്ടിയിട്ടില്ല, ഒരു വെടിയൊച്ച കേട്ടിട്ടില്ല, രക്തം ചിതറിയിട്ടില്ല. പക്ഷേ ഏകദേശം 30 മിനിറ്റിനുള്ളിൽ ആ സംഘം 120 പണച്ചാക്കുകളുമായി അവിടെ നിന്ന് അപ്രത്യക്ഷരായി. സ്കോട്ട്ലൻഡ് യാർഡിനെ വരെ മുട്ടുകൊത്തിച്ച ദ ഗ്രേറ്റ് ട്രെയിൻ റോബറി. ശരിക്കും നടന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാള് ഏകദേശം 15 മാസ്റ്റർ മൈൻഡുകളെ ചേർത്ത് നിർത്തി ഒരു സംഘത്തെ ഉണ്ടാക്കുന്നു. ഈ സംഘം ഈ റോയൽ മെയിൽ ട്രെയിനിന്റെ കാര്യങ്ങളൊക്കെ മാസങ്ങളായി പഠിച്ചു. എവിടെയൊക്കെയാണ് ഇതിന് സ്റ്റോപ്പ് വരുന്നത്, എവിടെയൊക്കെയാണ് ഇതിന്റെ സിഗ്നലുകൾ, എപ്പോഴാണ് ഇത് പുറപ്പെടുന്നത്, ഏത് സമയത്താണ് വിജനമായ സ്ഥലത്ത് ഈ ട്രെയിൻ എത്തുന്നത് എന്നല്ല. അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തന്നെയാണ് ഇവർ ഓഗസ്റ്റ് 8 തിരഞ്ഞെടുത്തതും. അങ്ങനെ രാത്രി 3 മണി ആയപ്പോഴേക്കും വിജനമായ സ്ഥലത്തുണ്ടായിരുന്ന സിഗ്നൽ, അതായത് ഗ്രീൻ സിഗ്നലിന് പുറത്ത് ഗ്ലാസ് വെച്ച് മറച്ചതിന് ശേഷം ബാറ്ററി ഘടിപ്പിച്ച ഒരു റെഡ് ലൈറ്റ് അവർ തെളിയിക്കുന്നു. പെട്ടെന്ന് ഈ റെഡ് സിഗ്നൽ കണ്ട് ട്രെയിൻ നിർത്തി അന്താളിച്ച ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തേക്ക് ഇറങ്ങിയ ഡ്രൈവറിനെ പെട്ടെന്ന് തന്നെ ഇരുട്ടിൽ നിന്ന് വീണ് ഈ സംഘം കീഴ്പ്പെടുത്തിയിട്ടാണ് തൊട്ടടുത്തവർ മാറ്റിയിട്ടിട്ടുണ്ടായിരുന്ന ട്രക്കിലേക്ക് ഈ 125 ചാക്ക് പണം അവർ മാറ്റിയത്. ബ്രിട്ടീഷ് പോലീസുകാർ ഇത് അറിയുമ്പോഴേക്കും സംഘം പണച്ചാക്കുമായി അവിടെ നിന്ന് പറന്നു കളഞ്ഞിരുന്നു. പക്ഷേ അവിടെയൊക്കെ ഇവർ അന്വേഷിക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഒരു പഴയ ഫാം ഹൗസിലിരുന്ന് ഏകദേശം 500 കോടിയോളമുള്ള പണം ഈ 15 അംഗ സംഘം വീതിച്ചെടുക്കുകയായിരുന്നു. അതിനുശേഷം ഈ തെളിവ് നശിപ്പിക്കുന്നതിനായിട്ട് ഈ ഫാം കത്തിച്ചു കളയാൻ കൂട്ടത്തിൽ തന്നെ ഒരാളെ അവർ ഏൽപ്പിക്കുകയും ചെയ്തു. അയാൾ എന്ത് ചെയ്തു? പണവുമായിട്ട് അവിടെ നിന്നങ്ങ് മുങ്ങി. ഈ ഫാം കത്തിച്ചു കളഞ്ഞതുമില്ല. അത് പക്ഷേ പോലീസിന് വലിയൊരു ലോട്ടറി ആയിട്ട് മാറി. അങ്ങനെ അവർ അവിടേക്ക് വന്നു. അവിടെ വന്നതിന് ശേഷം വിശദമായുള്ള പരിശോധനയിൽ വേറൊരു തെളിവും ലഭിച്ചില്ല. ആകെ ലഭിച്ചത് ഒരു മോണോപ്പൊളി ഗെയിം കാർഡാണ്. അതായത് ഈ 500 കോടി വീതിച്ചതിന് ശേഷം ഈ 15 അംഗ സംഘത്തിന് എങ്ങനെയെങ്കിലും സമയം കളയണമല്ലോ, അതിനു വേണ്ടി അവർ കളിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ബോർഡ്. ഇതവർ വിശദമായി പരിശോധിച്ചു. ഈ 15 അംഗ സംഘത്തിന്റെ എല്ലാവരുടെയും വിരലടയാളം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആ ബോർഡിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് 15 പേരെയും പോലീസുകാർ പൊക്കി തടവിന് വിധിക്കുകയും ചെയ്തു. അതും ഏകദേശം 30 വർഷത്തേക്ക്. പക്ഷെ ആ കൂട്ടത്തിൽ ഒരു മാസ്റ്റർ മൈൻഡ് ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ഹീറോ എന്നോ അല്ലെങ്കിൽ വില്ലൻ എന്നൊക്കെ നമുക്ക് വിളിക്കാം. റോണി ബിഗ്സ്. റോണി ബിഗ്സ് ആകെ ആ ജയിലിൽ കഴിഞ്ഞതെന്ന് പറയുന്നത് 15 മുതൽ 30 മാസം വരെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു റോപ്പ് ലാഡർ ഉപയോഗിച്ച് അയാൾ അവിടുത്തെ മതിൽ ചാടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. സിനിമ സ്റ്റൈലൊക്കെ കാണില്ലേ, അതുപോലൊരു എസ്കേപ്പ്. അവിടെ കൊണ്ടും തീർന്നിട്ടില്ല. അതിനുശേഷം ഇയാൾ എന്ത് ചെയ്തു? മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഷേപ്പ് തന്നെ മാറ്റി. എന്നിട്ട് അവിടുന്ന് നേരെ വ്യാജ പാസ്പോർട്ട് എടുത്തുകൊണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് നേരെ ബ്രസീലിലേക്ക്. ആ സമയത്ത് നിയമപ്രകാരം ബ്രസീലിൽ നിന്ന് ഒരു കുറ്റവാളിയെ പിടിച്ചുകൊണ്ടുവരാൻ ബ്രിട്ടൻ ആവില്ലായിരുന്നു. അത് നല്ല രീതിയിൽ റോണി ബിഗ്സ് അങ്ങ് യൂസ് ചെയ്തു. പിന്നെ പണക്കാരനെ പോലെ ബ്രസീലിൽ ഒരു രാജവാഴ്ച തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് വൈദികനാവുന്ന ഒരു തീരുമാനത്തിലേക്ക് റോണി ബിഗ്സ് എത്തുകയും പിന്നീട് പശ്ചാത്താപം മൂലം സ്വയമേ ബ്രിട്ടനിലേക്ക് തിരിച്ചെത്തി താൻ നടത്തിയ കുറ്റങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെ സമ്മതിക്കുകയും ചെയ്തു. ആ സമയത്ത് ഈ പറയുന്ന മീഡിയാസ് ഒക്കെ തന്നെ റോണി ബിഗ്സിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്: താങ്കൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ പശ്ചാത്താപം അനുഭവപ്പെടുന്നുണ്ടോ? റോണി ബിഗ്സിന്റെ മറുപടി എന്തായിരുന്നറിയും? ഒരിക്കലുമില്ല, അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു എനിക്കെന്ന്. എന്താ അല്ലേ, അത്രയും വലിയ കവർച്ച നടത്തി ഇത്രയധികം പണം തട്ടിയെടുത്തതിന് ശേഷം സ്വയം കീഴടങ്ങാൻ വന്നിട്ടും അയാൾ ആ കിക്ക് ആസ്വദിച്ചിരുന്നു എന്നാണ് മീഡിയക്കാർക്ക് നൽകിയ മറുപടി. ഇപ്പോഴും ആ 500 കോടി പണത്തിൽ പലതും എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്താ അല്ലേ, ആൾക്കാരെ തന്നെ ഞെട്ടിച്ച, അതായത് ലോകം തന്നെ ഞെട്ടിപ്പോയ, ഒരു വെടിയുച്ച പോലും ഉതിർക്കാത്ത, ഒരു രക്തം പോലും ചിതറിക്കാത്ത ആ ഗ്രേറ്റ് ട്രെയിൻ റോബറി നടത്തിയ ആള് വളരെ കൂളായിട്ട് വന്നിരുന്ന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്.
നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത്തരത്തിൽ, അതായത് ടെക്നോളജി ഒക്കെ ഇത്രയധികം വളർന്ന ഈ സാഹചര്യത്തിൽ പോലും നമുക്ക് ചിന്തിക്കാനാവാത്ത ഒരു കൊള്ള കവർച്ചയാണ് 1963 ഒരു 15 അംഗ സംഘം നടത്തിയത്. ഇതുപോലെയുള്ള കൂടുതൽ കവർച്ചാ കഥകളുമായി വീണ്ടും കാണാം.